بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: من تمسك بسنتي عند فساد أمتي فله أجر 100 شهيد، وإن فضل رسول الله ليس له حد فيعرض عنه ناطق بفمه. ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ, ഉലമാക്കൾ, സദസ്യരെ, സുഹൃത്തുക്കളെ, നേരത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ ഏതാണ്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരെയും ഇരുത്തി ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, 1.5 കൊല്ലമായി എനിക്ക് പെട്ടെന്നുള്ള അസുഖം ബാധിക്കുകയും നിങ്ങളെല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്തു. അതുപോലെ ഒരിക്കലും എന്നെ കാണുകയോ അറിയുകയോ ചെയ്യാത്ത വയസ്സന്മാരും സ്ത്രീകളും സുന്നത്ത് നോമ്പ് നോറ്റുകൊണ്ട് വരെ ദുആ ചെയ്തു. അതിൻ്റെ ഫലമായി അള്ളാഹു എൻ്റെ രോഗം മാറ്റിത്തന്നു. ഡോക്ടർമാർ പറയുകയാണ്, ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് നിങ്ങളുടെ രോഗം പോലെയുള്ള രോഗം വന്നാൽ മാറിക്കിട്ട് ഇല്ല. ഇത് ഒരു അത്ഭുതകരമായ പാടാണ്. മുഅ്മിനീങ്ങളുടെ ദുആ മാത്രമാണ്. അതുകൊണ്ട് എല്ലാവരും ഇനിയും പഴയ സ്ഥിതിയിലേക്ക് മാറി വരാനും സംസാരിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാം ദുആ ചെയ്യണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. രാവിലെ ഞാൻ മർക്കസിലുണ്ടാകുന്ന എല്ലാ ദിവസവും സുബഹി നിസ്കരിച്ചതിന് ഉടനെ 2 മണിക്കൂർ സമയം ക്ലാസ് എടുക്കും. സഹീഹുൽ ബുഖാരി ഓതിക്കൊടുക്കും. അപ്പോൾ 500-1000 അടുത്ത് കുട്ടികൾ, അവർക്ക് ചോദിക്കാനുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ പഴയ ഓർമ്മകളൊക്കെ വേണമല്ലോ. അപ്പം ചില ഡോക്ടർമാരുടെ പറയുകയാണ്, അത്ഭുതം തന്നെയാണ്, പഴയ ഓർമ്മ ഈ രോഗമുണ്ടായാൽ നിലനിൽക്കാറില്ല. നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അതിനേക്കാളും അത്ഭുതമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നേരത്തെ
പേരോട് നിങ്ങളോട് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അപ്പോൾ നൽകുന്ന കഴിവാണ് നാം ദർസ് നടത്തുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം. അല്ലാഹു മനുഷ്യർക്ക് കൊടുക്കുന്ന കഴിവിനെ സംബന്ധിച്ച് ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു വെളുത്ത കുപ്പിയിൽ നിറയെ മണ്ണെണ്ണ ഒഴിച്ചു, എന്നിട്ട് നല്ലൊരു ശീല കൊണ്ട് തിരി ഉണ്ടാക്കി ആ തിരി കുപ്പിയിലേക്ക് ഇട്ടു. അതിൽ മേലെ തലക്ക് മൂടി വെച്ചുകൊണ്ട് അവിടെ തീയും കൊടുത്താൽ അതൊരു വിളക്കായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. കുറേ സമയം കഴിയുമ്പോൾ ആ എണ്ണ വറ്റാൻ തുടങ്ങിയാൽ വിളക്കിൻ്റെ തിരി താഴെ അറ്റം ഉണങ്ങാൻ തുടങ്ങും. അങ്ങനെ ഉണങ്ങുമ്പോഴും വിളക്ക് കത്തും. അങ്ങനെ ഉണങ്ങി കുറേ മേൽപോട്ട് എത്തി എല്ലാ ഭാഗങ്ങളും ഉണങ്ങി അവസാനം മേലെ തലക്ക് എത്തുമ്പോൾ വിളക്ക് കെട്ടുപോകുന്നു. അപ്പം അതിൻ്റെ മുമ്പ് ആ വെളുത്ത കുപ്പിയിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ ഓരോ സെക്കൻഡിലും കത്തുന്ന എണ്ണ അല്ല രണ്ടാമത്തെ സെക്കൻഡിൽ കത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. അത് മനസ്സിലാകുന്നത് അവസാനം ഈ എണ്ണ തീർന്ന് വിളക്ക് കെട്ടുപോകുമ്പോൾ മാത്രമാണ്. എന്ന പോലെ നാം കൈ ഇങ്ങനെ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ഹർഫുകളും സംസാരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ ഇങ്ങനെ കഴിവ് തന്നുകൊണ്ടിരുന്നാൽ നമുക്കത് മനസ്സിലാവില്ല ഇപ്പം തരുന്നത്. അതേസമയം അല്ലാഹു തആല അത് നിർത്തിക്കളഞ്ഞാൽ അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുക. അല്ലാഹു നമുക്കെല്ലാവർക്കും ആ ഖദറിലുള്ള വിശ്വാസം ഉറപ്പിച്ചു തരുമാറാകട്ടെ. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ. നാം എപ്പോഴും പോകുന്ന സൂറയാണ്. ഈ സൂറത്തിൽ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു ഖദ്ദറ ഫഹദ. നാം എല്ലാം ഖദറാക്കി. എല്ലാ ലോകത്തും എന്തെല്ലാം നടക്കാറുണ്ട് എന്ന് അല്ലാഹു തആല ഖദറാക്കി. ഫഹദ എന്നിട്ട് അതിലേക്ക് മാർഗദർശനം ചെയ്തു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖദർ, ആ ഖദറിൽ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ പണ്ട് ഇസ്ലാം മതം എന്ന പുസ്തകം ഇറക്കിയപ്പോൾ ഒരിക്കൽ ഈമാൻ കാര്യം 5, ഇസ്ലാം കാര്യം 5, ഇങ്ങനെ ഈമാൻ കാര്യം 6 എന്ന് നമ്മൾ എണ്ണിപ്പടിക്കുന്ന അത് 5 അവർ പുസ്തകം ഇറക്കി എന്നത് ഈ ഖദറിലുള്ള വിശ്വാസം എടുത്തു കളഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് അതിനെ സംബന്ധിച്ച് പഞ്ചാബിലേക്ക് എഴുതി ചോദിച്ചപ്പോൾ നേതാവ് അതിന് മറുപടി ചോദിച്ചത് ഈ ഈമാൻ ബിൽ ഖദർ ईमान बिल्लाह की एक हैसियत का जुज़ू है, वो ख़ास तौर पर बोलने की ज़रूरत नहीं है. ईमान बिल्लाह ഒരു ഭാഗമാണ് ഖദറിലുള്ള വിശ്വാസം. അത് പ്രത്യേകമായി പറയേണ്ട ആവശ്യമില്ല എന്ന്. എന്നിട്ട് പിന്നെ രണ്ടാമത് കത്തയച്ചപ്പോൾ അയാൾ മറുപടി എഴുതി, അഗർ ആപ്കു ऐसा शक हो तो आयता नुस्खा में ये भी लिखो. अगर നിങ്ങൾക്ക് വീണ്ടും സംശയം തീരുന്നില്ലെങ്കിൽ അടുത്ത പതിപ്പിൽ, ഈ ബുക്കിൻ്റെ അടുത്ത പതിപ്പിൽ ഈമാൻ കാര്യവും ഖദരിയത്ത് വാദവും എന്നൊരു ബുക്ക് അയച്ചു കൊടുത്തിട്ട് ഈ ബുക്കിൽ അടിമറയിട്ടിട്ട്
താഴെ നിങ്ങൾക്ക് എഴുതാം എന്ന് ആണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് പഞ്ചാബിൽ നിന്ന് അഥവാ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് എഴുതി അയച്ചു കൊടുത്തത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ലോക മുസ്ലിമീങ്ങൾക്ക് മുഴുവനും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു. ഒരു മനുഷ്യൻ്റെ കോലത്തിലാണ് വന്നത്. എന്നിട്ട് മൽ ഇസ്ലാമു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞു. പിന്നീട് മൽ ഈമാൻ യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി 6 കാര്യമാണ് പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് അതിനുശേഷം പറഞ്ഞു ആദാ ജിബ്രീലു അതാക്കും ലിയുഅല്ലിമക്കും ദീനക്കും. ഇത് ജിബ്രീലാണ്, നിങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് പറഞ്ഞപ്പോൾ അവിടെ 6 ഉണ്ട്. അന്ന് മുതൽ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ഈമാൻ കാര്യം 6 എന്ന് പഠിച്ചു വരികയായിരുന്നു. ഈ ആളുകൾ വന്നിട്ടാണ് അത് 5ആക്കി തെറ്റി ചുരുക്കി കളഞ്ഞത്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആ കക്ഷികൾ ചെറിൽ നിന്നെല്ലാം മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിന് കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം ഇതാണ്. അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിനെതിരെ അഥവാ ഇസ്ലാമിനെതിരെ എന്ത് തെറ്റായ ആശയങ്ങൾ ആര് പറഞ്ഞാലും അത് മുഖം നോക്കാതെ അത് തുറന്നു കാണിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ഈ ഒരു ലക്ഷ്യമാണ് നമുക്ക് ഉള്ളത്. അത് ഇതുവരെ നടന്നു വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് യാതൊരു സംശയവും അതില്ല. സമസ്ത എല്ലാ കൊല്ലവും വാർഷിക സമ്മേളനം നടത്തിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ നടത്താറുണ്ട്. 60ാം വാർഷികത്തിൽ സ്വാഗത പ്രസംഗം ചെയ്തത് ഞാനാണ്. അതിനുശേഷം പിന്നീട് അങ്ങനെ സമ്മേളനം, വലിയ സമ്മേളനം നടത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ 100ാം വാർഷികം വന്ന്, ഇതിപ്പോൾ 100ാം വാർഷികമാണെന്ന് എനിക്കല്ല, ഇത് 100ാം വാർഷികത്തിൻ്റെ പ്രഖ്യാപന സമ്മേളനമാണ്. ഈ സമ്മേളനം ഇത്ര വലുതായാൽ 100ാം വാർഷികത്ത് സ്ഥലം എവിടെയാണുള്ളത് നടത്തായത് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഏതായാലും ഊതിക്കെടുത്താൻ പറ്റുന്ന ഒരു സംഘടന അല്ല എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുന്നതല്ല. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല നമുക്ക് ഹഖ്ഖിനെ തുറന്ന് പറയാനുള്ള എല്ലാ കഴിവും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് ആയുധം നേടിത്തരുമാറാകട്ടെ. ഈ സ്ഥലം ആരാണ് നമുക്ക് അനുവദിച്ചു തന്നത്? അല്ലാഹു ആലം. അവർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ആരായാലും ഈ സ്ഥലം നമുക്ക് അനുവദിച്ചു തന്ന ആൾക്ക് അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ അറിഞ്ഞോളന്നില്ലല്ലോ, ഇവർക്ക് അറിഞ്ഞോളന്നില്ല. അല്ലാഹു തആല അറിയും. ആ ആൾക്ക് അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ പറയുന്നത് ഇതിപ്പോൾ പ്രഖ്യാപന സമ്മേളനത്തിൽ എത്രയും ആളുണ്ടെങ്കിൽ ഇനി സമ്മേളനത്തിൽ 100ാം വാർഷിക സമ്മേളനത്തിൽ എത്ര ആളുണ്ടാവും? അതെവിടെയാണ് കൂടുക? അതിങ്ങനെ ആലോചിച്ച് കൊടുക്കുക. ഇതുപോലെ കേരളത്തിൻ്റെ ഒരൊറ്റതാണ് കാസർഗോഡ്. എന്നെ എൻ്റെ നടുവിൽക്കോട് കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കും എവിടെയാ സമ്മേളനത്തിൻ്റെ സ്ഥലം? അതായത് അള്ളാഹുവിൻ്റെ ദീന് ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇത്. പിന്നെ സമസ്ത സെൻറ്റിനറി 100 പ്രകാശ വർഷങ്ങൾ എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് 2024 SYSൻ്റെ പ്ലാറ്റിനം ഇയർ ആയിട്ട് കണക്കാക്കുകയും
5 കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ദശവാർഷികം നടത്തും. പിന്നെ ഇൻഷാ അല്ലാഹ് 2026 സമസ്ത 100ാം വാർഷിക സമാപന സമ്മേളനം ഉണ്ടാകും. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ആമീൻ പറയാം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവരെയും അതുപോലെ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി, കന്ദുൽ ഉലമ ഹംസ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപ്രകാരം നമ്മുടെ ഈ ഭാഗത്ത് നിർമ്മിച്ച P.A. അബ്ദുള്ള മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി, P.A. തന്നെ ഇനിഷ്യൽ അല്ലേ P.A. ഉസ്താദ് അതുപോലെ നമ്മുടെ P.K. ഹസൻ മുസ്ലിയാർ ഇവിടുത്തെ കാദിയായ കാസർഗോഡ് സംയുക്ത ജമാഅത്തിൻ്റെ കാദിയായിരുന്നു. അന്നേക്ക് ആദ്യം പറയുക കാദിമാരെ പറയുന്ന കൊടുത്ത് സമസ്ത കേരളത്തിൻ്റെ യുവജന സംഘം ഹയാത്ത് വെപ്പിച്ച ബഹുമാനപ്പെട്ട ആളുകളാണ്. ഞാനിങ്ങനെ കൂട്ടത്തിലുണ്ട് എന്നല്ലാതെ എല്ലാവരും ഇങ്ങനെ പറയാന്നല്ലാതെ ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളാണ് SYSലെ ജീവൻ വെപ്പിച്ച ആൾ. ഒരു ദിവസം വാഴക്കാട്ടേക്ക് വാദപ്രതിവാദത്തിന് പോവുകയാണ്. ചേകന്നൂർ മൗലവിയാണ് അവിടെ വാഴക്കാട്ട് ഹസൻ മുസ്ലിയാരോട് നേരിടാൻ വന്നത്. അപ്പോൾ ഒരു കാര്യപ്പെട്ട വലിയ മുസ്ലിയാർ അയാളടുത്ത് ഒന്ന് വേറെ ആളോട് പറഞ്ഞാൽ അസമുസ്ലിയാരോട് പറയണം, എല്ലാം ഇസ്തിംബാത്ത് ചെയ്തിട്ടാണ് നിങ്ങൾ പറയുന്നത്. അസമുസ്ലിയാരെ ഈ ഇസ്തിംബാത്ത് ചെയ്യാൻ ഒഴിവാക്കണമെന്ന് ഒന്ന് പറയണമെന്ന് അസമുസ്ലിയാർ ഉടനെ പറഞ്ഞു. ഇസ്തിംബാത്ത് ചെയ്യുന്നത് ഞാൻ ഇസ്തിംബാത്ത് ചെയ്യുകയാണെങ്കിൽ ഖുർആനിൽ 5 വഖത്ത് നിസ്കാരമുള്ളത് ഇവൻ 3 വഖത്തേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഞാനതിനെതിരായിട്ട് ഖുർആൻ ഓതി അഖ്മിസ്സലാത്ത തറഫൈനാരി ഒരു തുലഫം മിനല്ലൈലി എന്നുള്ള ആയത്ത് ഓതിയിട്ട് ഈ ആയത്തിൽ നിന്ന് 5 ഉണ്ടെന്ന് ഞാൻ സ്ഥിരപ്പെടുത്തി കൊടുത്ത് അവരെ ഓടിച്ചതാണ്. ഇത് ഇസ്തിംബാത്താണോ ആ വലിയ ഉസ്താദിനോട് ചോദിച്ചാളാന്ന് പറഞ്ഞു. ആൾ ചെന്ന് ചോദിച്ചപ്പോൾ പറയാം അത് ഇസ്തിംബാത്തൊന്നുമല്ല, അത് മറ്റേത്തെ വലമാവ് പറഞ്ഞു. എന്നാൽ അത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ, നമ്മളൊന്നും ഇസ്തിംബാത്തൊന്നും ചെയ്യുന്നില്ല, മറിച്ച് നമ്മൾ ചെയ്യുന്നത് ഇസ്ബാത്തുൽ അതില്ലത്തി ലിൽ മസായിലിൽ മുസ്തംബത്ത. ഉലമാക്കൾ ഇസ്തിംബാത്ത് ചെയ്തു വെച്ച മസലക്ക് ദലീൽ കണ്ടുപിടിച്ച് അത് പറയലാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി. 5 വഖ്ത് നിസ്കാരം ഇല്ല എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ ഇസ്ലാമിൻ്റെ പുറത്തല്ലേ? എല്ലാവർക്കും അറിയാം. പരിശുദ്ധ ഖുർആനിൽ അതിൻ്റെ ആയത്ത് ഓതിയിട്ട് ഒരു ചങ്ങാതി വന്ന് പറഞ്ഞ് 5 വഖ്ത് നിൽക്കാറില്ല, 3 ഉള്ളൂ 2 ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ആയത്ത് ഓതാൻ തുടങ്ങിയാൽ നമ്മൾ ആയത്ത് ഓതിയിട്ട് അവന് പറഞ്ഞു കൊടുക്കണ്ടേ? അതിന് ഇസ്തിംബാത്ത് എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇസ്തിംബാത്തല്ല, നമ്മൾ ഇസ്തിംബാത്തല്ല, അത് മഹാന്മാരായ മുഫസ്സിറുകൾ ഇസ്തിംബാത്ത് ചെയ്തതാണ്. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വസ്സലാത്തിൽ മുസ്ത എന്ന് പറഞ്ഞ ഒറ്റ വാക്കുമെന്ന് 5 വഖ്ത് നിസ്കാരമുണ്ടെന്ന് ഇസ്തിംബാത്ത് ചെയ്യുക. അത് 4 ആയാലും വസ്തുണ്ടാവില്ല. നടുവെന്ന് വരണമെങ്കിൽ 2 അപ്പുറവും 2 പുറവും നടു വരണമെങ്കിൽ വസ്ത വേണം, എങ്കിൽ 5 തന്നെ വേണം. അതുകൊണ്ട് ഈ ഒരൊറ്റ ആയത്തുകൊണ്ട് വസ്സലാത്തിൽ ഉസ്താദ് എന്ന് പറയുന്ന ഈ ഒരു കഷ്ണം കൊണ്ട് 5 വഖ്ത് നിസ്കാരമുണ്ട് എന്ന്
ഞാൻ തെളിയിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു. ആലിമീങ്ങളൊക്കെ കിതാബ് എടുത്ത് നോക്കുന്നത് നല്ലതാണ്. വസ്സലാത്തിൽ വുസ്താ എന്ന് നടുവിലുള്ള നിസ്കാരം, അത് അസറോ സുബഹിയോ ലോറോ ഏതോ ആവട്ടെ, അതിൽ കവല ഏതുണ്ടായാലും ശരി, നടുവിലുള്ള നിസ്കാരമല്ലേ പറഞ്ഞ്. നടുവിൽ പറഞ്ഞ് 4 വക്കത്തെ ഉള്ളിക്കലുള്ള ഒരു നിസ്കാരം നടുവിലാവില്ല. അപ്പം നടുവിലുള്ളത് ആവണമെങ്കിൽ 5 തന്നെ വേണം. അങ്ങനെ 5-ൽ 2 അപ്പുറവും 2 ഇപ്പുറവും 4 ഇടയിലൊന്നും, അങ്ങനെ 5 ആവുള്ളൂ. അതുകൊണ്ട് 5 വക്ത നിസ്കാരമുണ്ട് എന്ന് ഈ ഒറ്റ കഷ്ണം കൊണ്ട് ഞാൻ തെളിയിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ തൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആലിമീങ്ങളോടും മുത്തഅല്ലിമീങ്ങളോടും എല്ലാം പറയുന്നത്, കിതാബ് നല്ലപോലെ മുതാലഅത്ത് ചെയ്ത് അതൊക്കെ നമ്മൾ പഠിപ്പിക്കണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ നശിക്കാൻ ഇവിടെ എല്ലാ കക്ഷികളും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളിപ്പോഴത്തെ പുതിയ ജനറേഷന് തോന്നും എന്താണ് ഇവരൊരു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി പഴഞ്ചൻ വാക്കുകളുമായി വരുന്നു. ഞങ്ങൾക്ക് പഴഞ്ചലൊന്നുമില്ല, ഞങ്ങൾ പഴയത് ഇപ്പോഴും പഴയത് തന്നെയാണ്. അതിവിടെ നിലനിർത്തണം. അതാണ് ഞാൻ പറഞ്ഞത്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് 5 വക്ത് നിസ്കാരം. ഈ 5 വക്ത് നിസ്കാരമില്ല എന്നത്തെ ആയത്തോതിക്കൊണ്ട് പറഞ്ഞാൽ, അത് ആയത്തോതിക്കൊണ്ട് തന്നെ 5 വക്ത് നിസ്കാരം ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഇൻഷാ അല്ലാഹ് അത് കഴിയുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ടുമുണ്ട്, ആയത്തിലുണ്ട് താനും. അതിൻ്റെ സമയമല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം വരുമ്പോൾ പറയാം. വേറെയും ആയത്തുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നിലനിൽക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിനെതിരായി. ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ആശയമാണല്ലോ 5 വക്ത് നിസ്കാരമില്ല എന്നുള്ളത്. അങ്ങനത്തെ അത് വന്നാലും ശരി, അല്ലാത്തത് വന്നാലും ശരി, ഇതാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅഅരിദ് അൻഹും ഫഇമ്മാ യൻസിയന്നക ശൈത്താനു ഫലാ തഖഉദ് ബഅദ ദിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ വലാ അല്ലദീന മിൻ ഹിസാബിഹിം മിൻ ശൈഇൻ വലാകിൻ ദിക്റാ ലഅല്ലഹും യദക്കറൂൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ആരെങ്കിലും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നതായി കണ്ടാൽ അവരെ കൂടെ നീ ഇരുന്നു പോകരുത്, നീ അവരുമായി വിട്ടു നിൽക്കണം. അഥവാ അറിയാതെ പിശാച് നിന്നെ മറപ്പിച്ച് പോയാൽ ഫലാത്ത കൊഴുത് മഅഹും, അവരോട് കൂടെ ഇരിക്കാൻ പാടില്ല. അവർ ളാലിമീങ്ങളാണ്. മഅൽ ഖൗമിൽ ളാലിമീൻ, ളാലിമീങ്ങളായ ആ കൂട്ടരെ കൂടെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ അവരെ കൂടെ ഇരിക്കാണ്ട് നമ്മൾ വിട്ടുപോയാൽ അവർക്ക് അവർ മോശപ്പെട്ടു പോലെ. അത് നീ നോക്കണ്ട. ഒരാ അല്ലതിന് മീൻ ഹിസാബി മീൻ ഷെയ്ൻ, അവരെ ഹിസാബിൽ നിന്ന് ഒരു ശരിയുമില്ല. നമ്മളെന്താ ചെയ്യേണ്ടത്? ഒരാൾക്ക് ദിക്റ പറഞ്ഞു കൊടുക്കണം. നിനക്ക് വാദപ്രതിവാദമായാലും ഖണ്ഡനപ്രസംഗമായാലും ഉപദേശമായാലും ഏത് നിലക്കായാലും അവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ വേറെ അതൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അങ്ങനെ വിദ്യാർത്ഥിൻ്റെ അധികാർ പറഞ്ഞ് അവസാനപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഇപ്പല്ല, അത് മുമ്പ് തന്നെ സാധാരണ മനുഷ്യനാണ് എന്നിവിടെ കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നഊദു ബില്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂല് എത്രയാണ് വ്യക്തമായി പഠിപ്പിച്ചത്. ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെപ്പോലെയല്ല. ഇന്നീ അറാക്കും മിൻ ബറാഇ ദഹ്രി കമാ അറാക്കും മിൻ അമാമി, എന്നെ മുമ്പിലത്തെ കണ്ണുകൊണ്ട്
മുമ്പിലുള്ളത് ഞാൻ കാണുന്നത് പോലെ തന്നെ എൻ്റെ പിന്നിലുള്ളതും ഞാൻ കാണുന്നുണ്ട്. ലായ റുക്കുവെക്കും വല ഖുശൂഅക്കും, നിങ്ങളെ റുക്കുവും നിങ്ങളെ സുജൂദും നിങ്ങളെ ഖുശൂഉം ഒന്നും എനിക്ക് ഹഫിയല്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഖുശൂഅ ഉണ്ടോ ഇല്ലേ എന്ന് എനിക്ക് വ്യക്തമായി അറിയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണ മനുഷ്യരായി ജനിച്ച് സാധാരണ മനുഷ്യരായി ജീവിച്ചു സാധാരണ മനുഷ്യരായി മരിച്ചുപോയി എന്ന് പഠിപ്പിക്കുന്ന ഈ പുത്തൻ ആശയക്കാരുടെ മുമ്പിൽ നമുക്ക് നിശബ്ദരായി ഇരിക്കാൻ പറ്റുകയില്ല. തീർച്ചയായും നമ്മൾ അതിനെതിരായി ശബ്ദിക്കുകയും ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യണം. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്തി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ ഫഅതൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം. പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഔത്താഫുകളെയും അവിടുത്തെ ശമായിലുകളെയും അവിടുത്തെ വിശേഷണങ്ങളെയും മറച്ചു വെക്കുന്ന ആളുകൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിൻ്റെ വിഷയങ്ങളെ മറച്ചു വെക്കുന്ന ആളുകൾ, ഉലൈക യൽഅനുഹുമുല്ലാഹ്, അല്ലാഹു തആല അവരെ ലഅനത്ത് ചെയ്യുന്നതാണ്. അല്ലാഹു തആല ലഅനത്തെയും മറ്റ് മലക്കുകളും ലഅനത്ത് ചെയ്യും, ലോകമൊട്ടാകെ ലഅനത്ത് ചെയ്യും. അവർക്ക് തൗബ ചെയ്യാൻ കഴിയൂല. തൗബ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ, അവർ തൗബ ചെയ്താൽ മാത്രം പോരാ. സാധാരണ ഒരു അന്യമതക്കാരൻ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ അവൻ മുസ്ലിമാകും. റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്തിയ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ ഷഹാദത്ത് ചൊല്ലിയാൽ പോരാ. അള്ളാഹു പറയുന്നു ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ, അവർ തൗബ ചെയ്ത് തൗബ എന്ന ഖേദം, ആ ഖേദത്തിൻ്റെ കൂടെ വഅസ്ലഹൂ, അവർ കേടുവരുത്തിയത് നന്നാക്കുകയും വബയ്യനൂ, അവർ മറച്ചു വെച്ചത് വെളിവാക്കി കൊടുക്കുകയും ചെയ്യണം. അവർ റസൂലുള്ള സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞത് അല്ലാന്ന് പറയുകയും ആ പഠിപ്പിച്ചവർക്കൊക്കെ മാറ്റി പഠിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രം അതൂബ് അലൈഹിം, ഞാൻ അവരെ തൗബ സ്വീകരിക്കും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് മദ്രസകളിൽ കുട്ടികൾക്ക് പോലും അല്ലാഹുവിൻ്റെ റസൂല് സാധാരണ മനുഷ്യരാണെന്ന് പഠിപ്പിക്കുന്ന ഈ വിഭാഗം ഇവിടെ വളർന്നു വരുമ്പോൾ ചെറുപ്പക്കാരെ, യുവാക്കളെ, കുട്ടികളെ, ആലിമീങ്ങളെ, അല്ലാത്തവരെ എല്ലാവരും ശ്രദ്ധിക്കണം. ആ കൂട്ടർ ഇവിടെ വളർന്നു വന്നാൽ നമ്മളെ ആളുകളൊക്കെ ഇസ്ലാമെന്ന് പുറത്തായി പോകും. അതുകൊണ്ട് നാം ശ്രദ്ധിക്കുകയും നമ്മുടെ നാടുകളിലൊക്കെ മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പുത്തൻ പ്രസ്ഥാനക്കാരുടെ ബുക്ക് കടത്തിക്കൂട്ടി എങ്ങനെയെങ്കിലും അവർ നമ്മളെ കുട്ടികളെ വശത്താക്കുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനെ മദ്രസകളിലൂടെ കഴിഞ്ഞില്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ബുക്കുകൾ കടത്തിക്കൂട്ടി തിരുതി അവർ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കും. അതുപോലെ മദ്യം നേരിട്ട് കൊടുക്കാൻ കഴിയാത്തവർ സ്കൂളുകളിൽ മിഠായി മുഖേന വിതരണം ചെയ്ത് കുട്ടികളെ മദ്യം കഴിക്കുന്നവരാക്കി മാറ്റുന്നുണ്ട്. ഈ കാര്യവും എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ ഇതാ അവസാനിപ്പിക്കുകയാണ്. എല്ലാ ആളുകളും
പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഉലമാക്കൾ നമ്മളിൽ നിന്ന് വിട്ടുതിരിഞ്ഞു പോയ താജുശ്ശേരിയ അരിക്കുഞ്ഞ് ഉസ്താദ്, അതുപോലെ താഹിറുൽ അഹ്ദർ തങ്ങൾ അവർകൾ, ഉമർ ഫാറൂഖ് തങ്ങൾ അവർകൾ, അതുപോലെ ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ തുടങ്ങിയ ആളുകളും ആലമ്പാടി ഉസ്താദ് അവർകൾ, ഇങ്ങനെയുള്ള നമ്മുടെ മഞ്ഞാടി ഉസ്താദ്, എ കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ജാമിഅ സഅദിയയുടെ പ്രിൻസിപ്പാളായി ആയിരുന്ന അവരെല്ലാവരെയും നമ്മൾ ഓർക്കുന്നു. അല്ലാഹു തആല അവരുടെ എല്ലാവരുടെയും ദർജന വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഈ സ്ഥലം കല്ലട്ടക്കാർ തന്നതാണ്. അവർക്ക് അല്ലാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ. ചില ആളുകൾക്ക് വാശിയുണ്ട്, വെറുതെ കിടന്നാലും അങ്ങനത്തെ ഒന്നും തരൂലാതായില്ല. മനുഷ്യന്മാരുണ്ട്, ദുനിയാവിൻ്റെ മുകളിലുണ്ട്. ഈ സ്ഥലത്ത് എത്ര സലാത്ത് ഇപ്പം ചെല്ലി, എത്ര ദിക്റ് നമ്മൾ ചെല്ലി, ഇതിനൊക്കെ കൂലി ആ കല്ലട്ട മൈനാജിയോ ഈ സ്ഥലം ആരാണോ തന്നത് അവർക്കും അവരുടെ ഫാമിലിക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഇവിടെ കൂടിയ എല്ലാവരോടും ഇത് ഒന്ന് എഴുതിയിട്ട് നിന്ന് ഒരു വട്ടം സലാത്ത് ചെല്ലണം. ഞാൻ നിങ്ങൾക്ക് സലാത്ത് ചൊല്ലിത്തരാം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ആയിക്കോട്ടെ, വഴിയിരിക്കും, പരിപാടി ബാക്കിയുണ്ട്. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഇനി ബാക്കിയാക്കിയല്ലേ ഇരിക്കല്ല. അല്ലാഹ് ഈ സ്വലാത്ത് എല്ലാവരും 100 പ്രാവശ്യം ഒരു ദിവസം ചെല്ലണം. ആകെ 25 മിനിറ്റ് മതി 100 പ്രാവശ്യം ചെല്ലാൻ. എല്ലാ ആളുകളും ചെല്ലണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അദ്മി സ്വലാത്ത് അലൽ ഹബീബി മുഹമ്മദി فإنها بين القبول ورده. 2 പ്രസംഗം ബാക്കിയുണ്ട്. 5 മിനിറ്റ് പറഞ്ഞിട്ട് നിർത്താം. ഇതിനിടയ്ക്ക് നമ്മളൊന്ന് ഒരു ഫാത്തിഹ ഒക്കെ താജുൽ ഉലമക്കും അതുപോലെ മേസ്താദിനും നേരത്തെ പറഞ്ഞ അവരും അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വഫാത്തായി പോയ എല്ലാവർക്കും നമ്മളെ ആലിമീങ്ങൾക്കും ഇത്രയും വലിയ ആളുകളുള്ളപ്പോൾ നമ്മൾ നേരത്തെ ദ്വാരത്തിട്ടില്ലല്ലോ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എല്ലാവരും പറയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഉപ്പൻ്റെ പേര് അല്ല, കുമ്പോൾ തങ്ങളെ ഉപ്പൻ്റെ പേര് സെയ്ദ് ഫضൽ മുക്കോയ തങ്ങൾ. അവരെ ഉൾപ്പെടുത്തുന്നത് ആ
എല്ലാവരും എനിക്ക് 2 ചെറിയ പ്രസംഗം കൂടെ നടക്കാറുണ്ട്. ഒന്ന് ദ്വാരയ്ക്ക് ഒന്ന് ദ്വാരയ്ക്ക് അൽഹംദുലില്ലാഹ്. പരിപാടി അവസാനിക്കല്ല, ഒരു 10 മിനിറ്റ് കൂടി എല്ലാവരും ഇരിക്കണം ദുആ കഴിഞ്ഞിട്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نسألك بحق الفاتحة المعظمة والسبع المثاني أن تفتح لنا كل خير، وأن تتفضل علينا بكل خير، وأن تجعلنا من أهل الخير، وأن تعاملنا يا مولانا معاملتك لأهل الخير، وأن تحفظنا في أدياننا وأنفسنا وأولادنا وأصحابنا وتلاميذنا وأحبابنا من كل مهنة وفتنة وشدة وبؤس وضير، إنك ولي كل خير ومعطي لكل خير. وأن تغفر لنا وأن تغفر لمن نغينا خاصة، وأن تغفر لمن مات منا عامة يا أرحم الراحمين. وأن تجعلنا وإياهم في جوار حبيبك سيدنا محمد صلى الله عليه وسلم. اللهم اغفر لنا ولهم، اللهم اغفر لنا ولهم، واجمع بيننا وبينهم في جوار حبيبك سيدنا محمد صلى الله عليه وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم دمر اليهود، اللهم دمر اليهود. اللهم احفظ الحرمين الشريفين، واحفظ مسجد الأقصى، واحفظ جميع مساجدنا يا أرحم الراحمين. وصلى الله على خير خلق سيدنا محمد وآله وسلم.